സഹോദരങ്ങളെ, വിശ്വപ്രസിദ്ധമായ കാൻറ്റർബറി കത്തീഡ്രലാണ് നിങ്ങൾ പുറകിൽ കാണുന്നത്. വളരെ മനോഹരമായ ഈ കത്തീഡ്രൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാനിപ്പോൾ നിൽക്കുന്ന ഇടം വിശുദ്ധനായ തോമസ് ബക്കറ്റ് രക്തസാക്ഷിത്വം വരിച്ച മണ്ണിലാണ്. അദ്ദേഹത്തെ സത്യവിശ്വാസത്തെ പ്രതി വധിച്ചു കളഞ്ഞ ആ ഇടത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഹെൻറി രണ്ടാമൻ രാജാവുമായി വിശ്വാസത്തെ പ്രതിയുള്ള ചില തർക്കങ്ങൾ മൂലം സത്യവിശ്വാസത്തെ പ്രതി കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതിയും അവിടുത്തെ നിർമ്മല വചനത്തെ പ്രതിയും രക്തസാക്ഷിത്വം വരിച്ച തിരുസഭയിലെ വലിയൊരു രക്തസാക്ഷിയാണ് ആർച്ച് ബിഷപ്പായിരുന്ന തോമസ് ബക്കറ്റ്. സഭയിലെ ഇന്നോളം സത്യവിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച സകല രക്തസാക്ഷികളോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സഭ സത്യവിശ്വാസത്തിൽ വളരുവാനും ഈ വിശ്വാസം കാട്ടുതീ പോലെ സഭാമക്കളിൽ പടരുവാനുമായിട്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോയ വിശ്വാസത്യാഗികളായ എല്ലാ ആത്മാക്കളിലും സത്യവിശ്വാസത്തിന് വെളിച്ചം കൂടുതൽ പ്രകാശിതമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ സഭാ സമൂഹങ്ങളെയെല്ലാം വിശുദ്ധനായ തോമസ് ബക്കറ്റിന്റെ മധ്യസ്ഥതയിൽ സഭയിലുള്ള എല്ലാ രക്തസാക്ഷികളോടും ചേർന്ന് കർത്താവിന് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും ദൈവത്തിന്റെ കൃപ സമൃദ്ധമായി ഇറങ്ങട്ടെ. മണ്ണിൽ നിൽക്കുമ്പോൾ വിശ്വാസത്തിൽ വലിയ ജ്വലനം അനുഭവിക്കാനായിട്ട് വരികയാണ്. സഹോദരങ്ങളെ, നമുക്കും സഭയിലെ രക്തസാക്ഷികളെ പോലെ സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുകയും ആ വിശ്വാസത്തിന് വേണ്ടി രക്തം ചിന്തി മരിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ അതിനുവേണ്ടി ഒരുങ്ങുകയും ആ വിശ്വാസത്തെ എവിടെയും ഉയർത്തിപ്പിടിക്കുവാനുള്ള ഒരു സമർപ്പണത്തിലേക്കും തീരുമാനത്തിലേക്കും നമുക്ക് കടന്നു വരാം. എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ സ്ഥലത്തിന് മറ്റൊരു ചരിത്ര പ്രാധാന്യം കൂടിയുണ്ട്. 1982 അന്നത്തെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ആ നാളുകളിൽ കാൻറ്റർബറി ആർച്ച് ബിഷപ്പും ഒരിരുവരും ഒരുമിച്ച് ഈ ഇടത്തിൽ മുട്ടുകുത്തി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച വളരെ അനുഗ്രഹീതമായ സ്ഥലമാണിത്. ആ നാളുകളിൽ ഒത്തിരിയേറെ ചരിത്ര പ്രാധാന്യം നേടിയ ഒരു സന്ദർശനമായിരുന്നു കാൻറ്റർബറി കത്തീഡ്രലിൽ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കടന്നു വന്നത്.